ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച അതിദാരുണമായ അപകടമാണ് സൗദി അറേബ്യയിൽ ഉണ്ടായത്. 42 പേരാണ് മരിച്ചത്. ഇവരിൽ 16 പേരെ തിരിച്ചറിഞ്ഞതായാണ് വിവരം. മല്ലേപ്പള്ളിയിലെ ബസാർഗഡിൽ നിന്നുള്ള 16 പേരെ തിരിച്ചറിഞ്ഞതായി തെലങ്കാന IT വകുപ്പ് മന്ത്രി D ശ്രീധർ ബാബു പറഞ്ഞു. മറ്റു വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. മരിച്ചവരിലേറെയും കുട്ടികളും സ്ത്രീകളുമായിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടക സംഘമായിരുന്നു ഇവർ. അപകടത്തിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ടതായാണ് വിവരം. നവംബർ 9-നായിരുന്നു മദീന ലക്ഷ്യം വെച്ച് സംഘം യാത്ര തിരിച്ചത്. ട്രാവൽ ഏജൻസി മുഖേനയായിരുന്നു യാത്ര. ബസ്സിൽ ഹൈദരാബാദ് സ്വദേശികളായ 43 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർ ഉംറ നിർവഹിച്ച് തിരിച്ചു വരും വഴി ബദറിനും മദീനയ്ക്കുമിടയിലുള്ള മുഫറഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം. ഇന്ത്യൻ സമയം രാത്രി 1:30-ഓടെയാണ് ബസ്സിന് തീപിടിച്ചത്. യാത്രാക്ഷീണത്താൽ എല്ലാവരും ഉറങ്ങിയിരുന്നതിനാൽ യാത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ടാങ്കറുമായി കൂട്ടിയിടിച്ചതിനു പിന്നാലെ ബസ് കത്തിയമരുകയായിരുന്നുവെന്നാണ് വിവരം. ഡീസൽ കൊണ്ടുപോകുന്ന ടാങ്കറിൽ ബസ് ചെന്നിടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഇടിയുടെ ആഘാതത്തിൽ ബസ് കത്തിയമർന്നു. 20 സ്ത്രീകളും 11 കുട്ടികളും സംഘത്തിലുണ്ടായിരുന്നു. പല മൃതദേഹങ്ങളും ഇനി തിരിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ മദീനയിലെ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. മദീനയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്.